Hi friends, എല്ലാവർക്കും ഷാൻടെക് വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ പഞ്ഞിമുട്ടായി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഇതിന്റെ മുന്നേ പഞ്ഞിമുട്ടായി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. അത് നമ്മൾ ഫാൻ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ മെഷീൻ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പഴയ ടോയ്സുകളിൽ നിന്നുണ്ടാകുന്ന DC മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പഞ്ഞിമുട്ടായിന്റെ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പഞ്ഞിമിഠായിൻ്റെ മെഷീൻ ഉണ്ടാക്കാൻ പോകണം. അതിന് ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ ചെറിയ DC മോട്ടറാണ്. ഇത് നമുക്ക് ടോയ്സിൽ നിന്നൊക്കെ ലഭിച്ചതാണ്. ഇതിന് പ്രൈസ് വരുന്നത് 10-15 കടയിൽ ഇനി വാങ്ങാനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു പലക പീസ് നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് കട്ടിയുള്ള ഒരു പലക പീസ് നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ മോട്ടർ പിടിപ്പിച്ചെടുക്കണം. അതായത് നല്ല രീതിയിൽ തന്നെ മോട്ടർ അവിടെ പിടിച്ചെടുക്കണം. അതായത് ഇത് ഒന്ന് അനങ്ങാനൊന്നും പാടില്ല. അങ്ങനെ ആയാൽ നമ്മുടെ മെഷീൻ ആകെ കുളമാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മോട്ടർ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ഇതുപോലത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചുറ്റിയാലും മതി. പ്ലാസ്റ്റർ നന്നായിട്ട് ചുറ്റിയാൽ തന്നെ മോട്ടർ അവിടെ സെറ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്താലും മോട്ടർ അവിടെ സെറ്റ് ആയിട്ട് കിട്ടും. ഇപ്പം നമുക്ക് മോട്ടർ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു ആണയൊക്കെ ഉപയോഗിച്ച് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒരു ഉറപ്പിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്ലാസ്റ്ററും കൂടി ചുറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്ലാസ്റ്ററൊക്കെ ചുറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അവിടെ മോട്ടർ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്ന് പറഞ്ഞ് 7-Upൻ്റെ ഒരു മൂടി എടുക്കുക. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഓട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ മോട്ടറിൻ്റെ കമ്പി പീസുമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പിടിപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, സൂപ്പർ ഗ്ലൂ തേച്ചാൽ ഇത് നല്ല രീതിയിൽ തന്നെ അവിടെ സെറ്റായിട്ട് നമുക്കവിടെ ഇപ്പോൾ നമ്മളിവിടെ സൂപ്പർ ഗ്ലൂ ഒക്കെ തേച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്കാണ് പോകേണ്ടത്. അടുത്ത പ്രവർത്തനം പറഞ്ഞാൽ ഇതുപോലത്തെ പെപ്സിൻ്റെ 7-Upൻ്റെ ഒരു ക്യാൻ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഹാഫിലും കുറവ്, അതായത് നമ്മുടെ ഈ ഒരു അടയാളം നമുക്ക് എന്ത് ചെയ്യണം, കയ്യിൽ കാണിക്കുന്ന ഈ ഒരു അടയാളത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ക്യാൻ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ക്യാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത്, അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റർ ഉപയോഗിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കുക. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇത് റൗണ്ട് ഷേപ്പിൽ ഒരു 2-3 ലൈന് നമുക്ക് എന്ത് ചെയ്യണം, ഓട്ടിട്ട് കൊടുക്കണം. അതായത് ഉൾഭാഗത്തിൽ നിന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്യണം, ഓട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുന്നുണ്ട് ഇത് ഉൾഭാഗത്തു നിന്നാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ എങ്ങനെ ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോമ്പസ് ഒക്കെ ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുക. ഇങ്ങനെ സംഭവത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കോമ്പസ് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പെപ്സി ക്യാൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, ഈ മൂടിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം, സെറ്റാക്കി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കും. ഇനി ഇതുപോലത്തെ നമുക്ക് എന്ത് ചെയ്യണം, ചാർജറിൻ്റെ കേബിൾ വയർ ഉണ്ടാവും, അതെടുക്കുക. ആവശ്യമില്ലാത്ത കേബിൾ വയർ എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ 4 വയർ ലഭിക്കുന്നുണ്ടാവും. അതിൽ നമുക്ക് ചുവപ്പും കറുപ്പും വയർ മാത്രം ആവശ്യമുള്ളൂ. മറ്റ് 2 വയറുകൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അത് 2 നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ 2 വയർ നമ്മുടെ മോട്ടറിൻ്റെ ആ 2 വയറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണക്ഷനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കണക്ഷനൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 വോൾട്ടിൻ്റെ ചാർജറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇത് സെറ്റാക്കി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യേണ്ടാവുന്ന നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സ്വിച്ച് ഓൺ ആക്കി വെക്കാം. നമ്മുടെ മെഷീനൊക്കെ സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മുടെ മെഷീനിക്ക് നമ്മുടെ പരിപാടിക്ക് ആവശ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഞ്ചസാര ലായനി സെറ്റാക്കി എടുക്കണം. പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. 3:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പഞ്ചസാര നന്നായിട്ട് ഉരുക്കണം. അതുപോലെ തന്നെ എന്താ വെച്ചാൽ വെള്ളം പരമാവധി കുറച്ച് ഉപയോഗിക്കുക, എങ്കിൽ മാത്രമേ ഇത് തയ്യാറുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മെഷീൻ സെറ്റാക്കിയിട്ടുണ്ട്. മെഷീൻ നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലത്തെ ഒരു ബോക്സിലേക്ക് നമ്മൾ മെഷീൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പഞ്ചസാര ലായനി അതേ ചൂടോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെഷീനിലോട്ട് അതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മുടെ സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ പറഞ്ഞാൽ ഇതിൽ ഒരു ഫോൾട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ക്യാനിൻ്റെ അടിഭാഗത്താണ് ഓട്ടിട്ടത്. അത് കുറച്ചും കൂടി മുകൾ ഭാഗത്ത് ഇട്ട് ഓട്ടിടണം. അതുപോലെ തന്നെ ക്യാൻ മിൽക്ക് മെയ്ഡിൻ്റെ ക്യാൻ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ പലകമേലാണ് പഞ്ഞിമുട്ടായിൻ്റെ ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പെട്ടിമേക്കാണ്ട് ആകുന്നില്ല. തെറ്റ് ശ്രദ്ധിക്കാൻ നോക്കുക. എന്താ വെച്ചാൽ ക്യാന്
അടിഭാഗത്താണ് നമ്മൾ ഓട്ടിട്ടത്, കുറച്ചും കൂടി മുകൾ ഭാഗത്താക്കി ഓട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ട് പലകമല്ല നല്ല രീതിയിൽ തന്നെ പഞ്ഞിമുട്ടായി ആയി വരുന്നത്. അതുപോലെ തന്നെ പെട്ടി കുറച്ചും കൂടി ചെറിയ പെട്ടി എടുക്കുക, അപ്പോൾ ഒന്നുകൂടി ഫുള്ളായിട്ടാവും. അപ്പോൾ നമുക്ക് കാണുന്നുണ്ട് പലകമല മൊത്തം നമ്മുടെ പഞ്ഞിമുട്ടായി ആയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു കുറച്ച് പഞ്ചസാര ലൈനാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്കിതൊന്ന് അതിമൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ കാണുന്നുണ്ട് ആ ഫുള്ള് പലകമലാണ് നമ്മുടെ പഞ്ഞിമുട്ടായി റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി ഒന്നും കൂടി ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ പഞ്ചസാര ലൈൻ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ലൈനിൽ വെള്ളം ഓവറാവരുത്. ഓവറായാലും അതുപോലെ തന്നെ പഞ്ഞിമുട്ടായി റെഡി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സൈഡ് ഭാഗത്തിലേക്കൊക്കെ ചെറുതായിട്ട് ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുന്നുണ്ട് സൈഡ് ഭാഗത്ത് ആ പെട്ടിമുഖമൊക്കെ നമ്മുടെ പഞ്ഞിമുട്ടായി ചെറുതായിട്ട് ആയിക്കൊണ്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പഞ്ഞിമുട്ടായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഭാഗത്തൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി എന്താ വെച്ചാൽ പഞ്ചസാര നല്ല രീതിയിൽ തന്നെ ലൈന് രൂപത്തിലായിട്ടില്ല, അതാണ് ഒന്നും കൂടി കട്ടിയായിട്ട് നമുക്ക് ഇതിൽ കാണുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫാൻ ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയ അത്ര ഒന്നും ഇത് റെഡി ആയിട്ടില്ല. എന്താ വെച്ചാൽ അപ്പോൾ എന്തായാലും ഇത് ഒന്നും കൂടി ലെവലാക്കി ട്രൈ ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ഫോൾട്ട് എന്താ വെച്ചാൽ ഇതിൽ ലൈൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാൻ യൂസ് ചെയ്യുന്ന മിൽക്ക് മെയ്ഡിൻ്റെ ക്യാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്യാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.